കടൽ കടന്നു വരുന്ന ഇസ്ലാമിക ഭീകരത്തെ തടഞ്ഞു നിർത്തി തീരദേശത്തെ സംരക്ഷിച്ച ഒരു പോരാളി ഉണ്ടായിരുന്നു. തീരദേശത്തെ തീവ്രവാദത്തിന് തടസ്സമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ. രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാന ദിനമാണ് ഇന്ന്. ബിജെപിയുടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 2021 ഡിസംബർ 19 രാവിലെയാണ് ആലപ്പുഴയിലെ വീട്ടിൽ കയറി മുസ്ലിം തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. ഇസ്ലാമിക ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തിളങ്ങുന്ന അധ്യായമാണ് ശ്രീനിവാസന്റെ ജീവിതവും ബലിദാനവും. മുസ്ലിം തീവ്രവാദികൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ചാണ്. ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനമാണ് മുസ്ലിം തീവ്രവാദികളെ ചൊടിപ്പിച്ചതും കൊല ചെയ്യാൻ കാരണമായതും. അറവുമാടിനെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുറ്റിക കൊണ്ടടിച്ചും വാളുകളും മഴുവും കൊണ്ട് വെട്ടിയുമാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു കേസ്. കടലിനോട് മല്ലടിച്ച് അന്നന്നത്തെ വക തേടിയിരുന്ന തീരദേശത്തെ പാവപ്പെട്ട ഹൈന്ദവർ, അവരുടെ ഇടയിൽ അവരുടെ ഒരു പോരാളിയായി ആശ്രയമായി ഒക്കെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ പ്രവർത്തിച്ചിരുന്നത്. ആലപ്പുഴയുടെ കടൽ തീരം കേന്ദ്രീകരിച്ച് മുസ്ലിം തീവ്രവാദികൾ നടത്തിയിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒട്ടേറെയായിരുന്നു. ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം തടസ്സമായിരുന്നു. കേരളത്തിലെ കടൽ തീരങ്ങളെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ആഗോള ഇസ്ലാമിക ഫാസിസ്റ്റ് ശക്തികളുടെ ലക്ഷ്യങ്ങൾക്ക് രഞ്ജിത്ത് ശ്രീനിവാസൻ അങ്ങനെ തടസ്സമായി. അതോടെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആ ഭീകരർ. കടൽ കടന്നു വരുന്ന ഇസ്ലാമിക ഭീകരതയെ തടഞ്ഞു നിർത്തി തീരദേശത്തെ സംരക്ഷിച്ചിരുന്ന ഒരു സ്വാഭാവിക സേനയായിരുന്നു ഹൈന്ദവരായ മത്സ്യത്തൊഴിലാളികൾ. അവരെ സംഘടനാബോധത്തെക്കുറിച്ച്, ദേശീയബോധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരുക്കിയെടുത്തതിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ച രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ ശ്രീനിവാസനെ കാണാൻ ഒരിക്കൽ 2 മുസ്ലിം സ്ത്രീകൾ വന്നു അത്രേ. മാഡം ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് 2 മുസ്ലിം സ്ത്രീകൾ എത്തിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാറ്റിനും മുകളിലുണ്ട്. ഇത്രയും മഹാനായ ഒരു മനുഷ്യന്റെ ഭാര്യയാണല്ലോ നിങ്ങൾ. കേസിൽ പോയാൽ മാഡത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിക്കണം. പകരം ഭഗവാനോട് അവർക്ക് ശിക്ഷ നൽകാൻ പ്രാർത്ഥിക്കൂ എന്നായിരുന്നു ആ മുസ്ലിം സ്ത്രീകൾ നൽകിയ ഉപദേശം. കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനായിരുന്നു അത് എന്ന് ലിഷ രഞ്ജിത്ത് ഓർമ്മിക്കുന്നു. എന്നാൽ പിന്തിരിയാതെ മുന്നോട്ട് കേസിൽ ഇറങ്ങാൻ ലിഷയ്ക്ക് കിട്ടിയത് ഭഗവാൻ നൽകിയ ധൈര്യമാണ്. ലിഷ ഒരു ശിവഭക്തയാണ് എന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ പറയുന്നത്. മരണം വരെ ഈ കേസിൽ പോരാടും എന്നത് തന്റെ തീരുമാനമായിരുന്നു. തനിക്ക് ധൈര്യം തന്നത് ഈശ്വരനാണ്. ഞാനൊരു ശിവഭക്തിയാണ്. പിന്നെ ഏട്ടന്റെ സത്യം തെളിയിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. സ്ഥിരമായി ആളുകൾ വന്ന് ഓഫീസിലേക്ക് നോക്കി നിൽക്കുമായിരുന്നത്രേ മണിക്കൂറുകളോളം. ഒരു ഭീഷണിപ്പെടുത്തലിന്റെ സ്വഭാവത്തോട് ഉള്ളതായിരുന്നു അവരുടെ ആ നോട്ടത്തിന്റെ രീതി. ഒരു ദിവസം വയസ്സായ ഒരു സ്ത്രീ വീട്ടിലെത്തി ഉപദേശത്തിന്റെ രൂപത്തിൽ മറ്റൊരു ഭീഷണി കൂടി നൽകി. നിങ്ങൾക്ക് 2 പെൺമക്കളാണ് എന്ന് ഓർക്കണമെന്നും അവർ എതിരാളികളുടെ കയ്യിൽപ്പെടാതെ നോക്കണമെന്നും ആയിരുന്നു ആ സ്ത്രീയുടെ ഉപദേശം. അതും ലിഷയെ കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഉപദേശമായിരുന്നു. ലിഷ പറയുന്നു, പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് കൊലപാതകം കഴിഞ്ഞ് 17 മാസങ്ങൾക്ക് ശേഷമാണ് നടന്നത്. അവരെ തിരിച്ചറിയാതിരിക്കാൻ എല്ലാവരും ഒരുപോലെ വേഷം കെട്ടിയാണ് ലിഷയുടെ മുന്നിൽ വന്നത്. വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒരുപോലത്തെ ചെരുപ്പും തോളിൽ തോർത്തുമുണ്ടും ധരിച്ചാണ് പ്രതികളായവർ തിരിച്ചറിയൽ പരേഡിന് എത്തിയത്. നെറ്റിയിലെ പാട് മറയ്ക്കാൻ മേക്കപ്പ് പോലും ചെയ്തിരുന്നു എന്ന് ലിഷ ഓർമ്മിക്കുന്നു. പക്ഷേ ലിഷ അവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. നന്മയുടെ മേൽ തിന്മ ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കില്ല എന്നത് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും കേസിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ഭഗവാൻ നൽകിയ ധൈര്യമാണ് എന്നും SDPI പ്രവർത്തകരുടെ വെട്ടേറ്റ് മരിച്ച രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, ടീം അംഗങ്ങളായ അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ, അഡ്വക്കേറ്റ് ശില്പ ശിവൻ എന്നിവർ ഈ കേസിൽ ലിഷയ്ക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയെക്കുറിച്ച് പല കുറി ലിഷ പറഞ്ഞിട്ടുണ്ട്. ലിഷ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ ശക്തമായ കേസിൽ മൊഴി നൽകിയിരുന്നു. അന്ന് ധനുമാസത്തിലെ തിരുവാതിരയായിരുന്നു. നോയമ്പ് നോറ്റ് ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിന് മംഗല്യവതികൾ വ്രതം നോൽക്കുന്ന ദിവസം. അന്ന് തന്നെയാണ് 16 വർഷം നീണ്ട രഞ്ജിത്ത് ശ്രീനിവാസൻ ലിഷ ദമ്പതികളുടെ സന്തുഷ്ട ദാമ്പത്യവും അറ്റത്. അതൊരു ഞായറാഴ്ചയായിരുന്നു. പിന്നീടുള്ള എല്ലാ ഞായറാഴ്ചകളും ലിഷയെ മാനസികമായി വേട്ടയാടി. ബ്ലഡി സൺഡേ എന്ന് വിശേഷിപ്പിക്കുന്നതാവും ശരി. അക്രമികൾ തകർത്ത സ്വീകരണ മുറിയിലെ ചില്ലുടഞ്ഞ ടീപ്പോയ് ഇന്നും അവിടെയുണ്ട്. രഞ്ജിത്തിന്റെ വിയോഗത്തിന് ശേഷം വീട്ടിലെ ഒരു വസ്തുക്കളും മാറ്റിയിരുന്നില്ല. ഡൈനിങ് റൂമിൽ പ്രവേശിക്കാതെ വീടിന്റെ ഒരു ഭാഗത്തേക്കും പോകാനാവില്ല എന്നതുകൊണ്ട് തന്നെ ആ നടുക്കുന്ന ദൃശ്യങ്ങൾ എന്നും മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. മകനെക്കുറിച്ച് സംസാരിച്ചാണ് അമ്മ വിനോദിനിയുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ജനിച്ച് 6ാം മാസമാണ് രഞ്ജിത്ത് ആലപ്പുഴയിൽ എത്തിയത്. ആരോഗ്യവകുപ്പിലെ ജോലിയുടെ സൗകര്യാർത്ഥം അമ്മ വിനോദിനിയുടെ നാടായ കോഴിക്കോട്ടേക്ക് പോകാൻ കുടുംബം ആഗ്രഹിച്ചു. എങ്കിലും ആലപ്പുഴയിൽ സ്ഥിര താമസമാക്കാം എന്നത് രഞ്ജിത്തിന്റെ തീരുമാനമായിരുന്നു. പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഭാഗ്യയ്ക്കും ദൃശ്യയ്ക്കും ആകെ ഉണ്ടായിരുന്ന ആശ്വാസം.
അക്രമികളുടെ വെട്ടേറ്റ് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന മകനെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ രഞ്ജിത്തിന്റെ അമ്മ കണ്ടത്. നിലവിളിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ച അമ്മയെ പ്രതികൾ തള്ളിയിട്ട് കഴുത്തിൽ കത്തിവെച്ചു. മകൻ വെട്ടേറ്റ് വീഴുന്നതും ചോരയൊലിച്ച് പിടഞ്ഞു മരിക്കുന്നതും കണ്ടു നിൽക്കേണ്ടി വന്നു. രഞ്ജിത്തിന്റെ ഭാര്യയും ഇളയ മകളും ഇതേ അവസ്ഥയിലായിരുന്നു. മകളെയും പ്രതികൾ വെട്ടാൻ ശ്രമിച്ചിരുന്നു. നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ്, അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മൻഷാദ്, ജസീബ് രാജ്, നവാസ്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷർനാസ്, അഷ്റഫ് എന്നിവരായിരുന്നു കേസിലെ 1 മുതൽ 15 വരെയുള്ള പ്രതികൾ. 1 മുതൽ 12 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നായിരുന്നു കണ്ടെത്തിയത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് സഹായം നൽകിയവരായിരുന്നു. ഇവരുൾപ്പെടെയുള്ള ബാക്കി പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി. ആക്രമിക്കപ്പെടുമെന്ന നേരിയ സൂചന പോലും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ ജനലും വാതിലും തുറക്കണം എന്നത് ശ്രീനിവാസന്റെ നിർബന്ധമായിരുന്നു. അന്നും അങ്ങനെ ചെയ്തു. രഞ്ജിത്തിന്റെ കൂട്ടുകാരിലധികവും മുസ്ലിം സമുദായാംഗങ്ങളാണ്. അതുകൊണ്ട് അത്തരം വിരോധവും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ കൂട്ടുകാർ ആരും അമ്മയെ ആശ്വസിപ്പിക്കാൻ പോലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിഷമവും ലിഷ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഭയമായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കുകയാണ് ലിഷയും അമ്മയും. രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാനമായി ഇന്നും ആ കുടുംബത്തിന്റെ കണ്ണീര് തോർന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമാൻസ്.